ഇയാൻസി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ സെക്കൻഡ് ഇയർ മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ക്ലാസ് ആണിത്. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്താണെന്നും എങ്ങനെ നമുക്ക് അതിന്റെ ഫോർമുല എന്താണെന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സിമ്പിൾ മീൻ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ മീൻ ആണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞു. അവിടെ ഒരു പ്രശ്നം, സിമ്പിൾ മീൻ കണക്കാക്കിയപ്പോൾ ഈച്ച് ഐറ്റം ഓഫ് ദ സീരീസ് ഈസ് കൺസിഡേർഡ് ആസ് ഈക്വലി ഇമ്പോർട്ടന്റ്. അവിടെ സീരീസിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തത്. പക്ഷെ നമ്മുടെ ശരിയായ രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ചില അവസരങ്ങളിൽ നമുക്ക് ചില ഉൽപ്പന്നങ്ങളുടെ വെയിറ്റ് എന്താണ് കൂടുതലായിരിക്കും, ചില ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യം നമ്മളവിടെ എല്ലാറ്റിനും ഒരേ പ്രാധാന്യമാണ് കൊടുത്തത് സിമ്പിൾ സീരീസിൽ. പക്ഷെ ആക്ച്വൽ ലൈഫിലാണെങ്കിൽ അങ്ങനെയല്ല, ചിലതിന് പ്രാധാന്യം കൂടുതലായിരിക്കും, ചിലതിന് പ്രാധാന്യം കുറവായിരിക്കും. അപ്പൊ പ്രാധാന്യം കൂടുതൽ നമ്മൾ വെയിറ്റ് കൊടുക്കണം നമുക്ക്. പ്രാധാന്യം കൂടുതൽ നമ്മൾ വെയിറ്റ് കൊടുക്കുക, പ്രാധാന്യത്തിലേക്ക് വെയിറ്റ് കുറച്ച് കാണിക്കുക. അതാണ് നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണക്കാക്കാൻ പോകുന്നു. ഓരോ സീരീസിൽ വരുന്ന ഓരോ ഐറ്റത്തിന്റെയും വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണക്കാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എങ്ങനെയാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഓരോ സീരീസിൽ വരുന്ന ഓരോ ഐറ്റത്തിനും വെയിറ്റ് മീൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുകൊണ്ട് ഓരോന്നിന്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് നമുക്ക് കണക്കാക്കുന്നതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ നമുക്ക് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണക്കാക്കുന്ന രീതി എക്സ് ബാർ ഡബ്ല്യു മീൻസ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. വെയ്റ്റഡ് ആവറേജ് എക്സ് ബാർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. എന്നാൽ നമുക്ക് എക്സ് ബാർ ഡബ്ല്യു കണക്കാക്കുന്നത് എക്സ് ബാർ ഡബ്ല്യു എന്ന് വെച്ചാൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കണക്കാക്കുന്ന രീതി എന്താണ്? സിഗ്മ ഡബ്ല്യു എക്സ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വെയിറ്റ് ഇൻറ്റു എക്സ് ഐറ്റം. ഐറ്റത്തിന്റെ വില എന്താകും? ഓരോ ഐറ്റത്തിന്റെയും സീരീസ് തന്നിരിക്കുന്ന ഐറ്റം ഇൻറ്റു അതിന്റെ വെയിറ്റ് ആണ് ഡബ്ല്യു എക്സ്. അതിന്റെ ടോട്ടൽ ആണ് സിഗ്മ ഡബ്ല്യു എക്സ്. ദെൻ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് ആണ് സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് കണക്കാക്കുന്നത്? എക്സ് ബാർ ഡബ്ല്യു ദാറ്റ് മീൻസ് എന്താണ്? വെയ്റ്റഡ് ആവറേജ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ. എന്താണ് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്ന രീതി? എക്സ് ബാർ ഡബ്ല്യു ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് വെയ്റ്റഡ് ആവറേജ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് എന്തൊക്കെയാണ്? ഗ്രൂപ്പ്, ദെൻ രണ്ടാമത്തെ കോളത്തില് ഇൻഡെക്സ് നമ്പർ ദാറ്റ് ഈസ് എക്സ് വാല്യൂ. എക്സ് വാല്യൂ. ദെൻ ഓരോന്നിന്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡബ്ല്യു. ഇത്ര നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പ് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ പറയുന്നത് ഫുഡ് ഐറ്റംസ്. ഫുഡിന്റെ ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് 300 ആണ്. അതിന്റെ ഫുഡിന്റെ വെയിറ്റ് എത്രയാണ്? 40. നമുക്കറിയാം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്തിനാണ്? ഫുഡിനാണ് പ്രാധാന്യം. ദെൻ അടുത്തത് ഫ്യൂവൽ. ഇന്ധനം. അതിന് നമുക്ക് ഇൻഡെക്സ് നമ്പർ 220. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10. അടുത്ത് വന്നിരിക്കുന്ന ഐറ്റം ക്ലോത്ത് എന്താണ്? അതിന്റെ ഇൻഡെക്സ് നമ്പർ 210. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8. ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മളിവിടെ വെയിറ്റ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കണക്കാക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഹൗസ് റെന്റ്, വാടക. ഹൗസ് റെന്റിന്റെ ഇൻഡെക്സ് നമ്പർ തന്നിരിക്കുന്നത് 160. ദെൻ അതിന്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 12. ലാസ്റ്റ് വൺ മിസലേനിയസ്, അതർ ഐറ്റംസ്. മറ്റു ചിലവുകൾ, മിസലേനിയസ്. അതിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 200. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 40.
അപ്പൊ നമുക്കിവിടെ ഫോർമുല പ്രകാരം രണ്ടെണ്ണം വേണം. എന്താണ്? W ടോട്ടൽ വെയിറ്റും വേണം, ദെൻ WH ന്റെ ടോട്ടലും വേണം. W ഇൻറ്റു H ന്റെ ടോട്ടൽ വേണം. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കണക്കാക്കാം. W ഇൻറ്റു H. ഓക്കെ, W ഇൻറ്റു H എങ്ങനെ കണക്കാക്കാം? വെയിറ്റ് ഇൻറ്റു ഇൻഡെക്സ് നമ്പർ. നമുക്ക് വെയിറ്റ് ആവറേജ് കണക്കാക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുല അനുസരിച്ച് വെയിറ്റ് ഇൻറ്റു എക്സ് ആണ് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത്. കണക്കാക്കുന്ന രീതി 40 ഇൻറ്റു 300 12,000. ഇവിടെ നമുക്ക് 12,000 കിട്ടും. ദെൻ 2,200. ദെൻ ഇവിടെ നമുക്ക് 1,680 കിട്ടും നമുക്ക്. 160 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 1920. ഇത് രണ്ട് നമ്മൾ ഗുണിക്കുകയാണ് കേട്ടോ, WX കണക്കാക്കാൻ വേണ്ടി. ദെൻ 200 ഇൻറ്റു 14 2,800. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 200 ഇൻറ്റു 14 ഈസ് ഈക്വൽ ടു 2,800. ഇനി നമ്മൾ ഇതിന്റെ സിഗ്മ കണ്ടുപിടിക്കണം. ടോട്ടൽ WX ആണ് ഇപ്പൊ ചെയ്തത്, അതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം 12,000 പ്ലസ് 2,200 പ്ലസ് 1,680 പ്ലസ് 1,920 പ്ലസ് 2,800 ഈസ് ഈക്വൽ ടു 20,600. നമുക്ക് ടോട്ടൽ കിട്ടുന്നത് WH ടോട്ടൽ 20,600. ദെൻ വെയിറ്റ് നമുക്ക് സിഗ്മ W വേണം. സോ വെയിറ്റിന്റെ ടോട്ടൽ 40 50 58 ദെൻ 70 ആൻഡ് 84. ഓക്കെ, ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 84. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം? നമുക്കിപ്പോ ഏതൊക്കെ കിട്ടിക്കഴിഞ്ഞു? സിഗ്മ WH കിട്ടിക്കഴിഞ്ഞു, ദെൻ സിഗ്മ W കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? നമുക്ക് വേണ്ടത് നമ്മുടെ ഫോർമുല പ്രകാരം വേണ്ടത് ഏതൊക്കെയാണ്? സിഗ്മ WH ഉം സിഗ്മ W ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് രണ്ട് കിട്ടി. നമുക്ക് നോക്കാം. സിഗ്മ WH ഈസ് ഈക്വൽ ടു 12,600. Then sigma W is equal to 184. Last, 184 അല്ല 84. Then next one എന്താണ്? നമ്മുടെ H bar W കണക്കാക്കാം. H bar W is equal to sigma WH divided by sigma W is equal to 20,600 divided by 84 is equal to 20,600 divided by 84 is equal to 245.238. ഓക്കെ, ഇതാണ് കറക്റ്റ് വെയിറ്റഡ് ആവറേജ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ചെയ്യുന്ന രീതി? ഈസിയാണ്. ഇമ്പോർട്ടൻസ്, ഓരോ ഐറ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നിനും വെയിറ്റ് കൊടുക്കുന്നുണ്ട്. ആ വെയിറ്റ് ഇൻറ്റു എക്സ് ഐറ്റം. ഓക്കെ, ഐറ്റം ഇൻറ്റു വെയിറ്റ് ആണ് നമുക്ക് WX. ദെൻ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? H bar W വെയിറ്റഡ് അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാകെ സിമ്പിൾ ആണ് മക്കളെ, ഈസിയാണ്. നമുക്ക് രണ്ട് കണക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്തൊക്കെയാണ് അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആവറേജ് ഈ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, നോക്കിയാൽ മതി. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ? അഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്. ഏത് ആവറേജ്, നമുക്ക് ആവറേജ് പ്രധാനമായിട്ടും മീൻ, മീഡിയൻ, മോഡ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആവറേജ് ആണ് അരിത്തമെറ്റിക് മീൻ. അപ്പൊ ഒന്നാമത്തത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഓക്കെ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്. ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, എളുപ്പത്തിൽ നമുക്ക് കണക്കാക്കാനും കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. എന്ത് പറയുന്നുണ്ട്? ഇത്
ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. എന്താണ് അരിത്തമെറ്റിക് മീൻ, എങ്ങനെ നമുക്ക് കണക്കാക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് റിജിഡ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ എന്താണ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ വാല്യൂസ് ഓഫ് ദി സീരീസ്. നമ്മൾ കണക്കാക്കുമ്പോൾ ഏതെങ്കിലും 2 വാല്യൂ നമ്മൾ കളയുന്നുണ്ടോ സീരീസുകള്? ഇല്ല. സീരീസ് തന്നിരിക്കുന്ന ആ ശ്രേണി തന്നിരിക്കുന്ന മുഴുവൻ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജ് കണക്കാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ഓൾ ദ വാല്യൂസ് ഓഫ് ദ സീരീസ്. ഓക്കെ, ഒരു വാല്യൂസ് നമ്മൾ മാറ്റി വെക്കുന്നില്ല, അല്ലെങ്കിൽ 2 വാല്യൂസ് നമ്മൾ കളയുന്നില്ല, ബാക്കി വാല്യൂസ് മാത്രം എടുക്കുന്നില്ല. ആ സീരീസ് തന്നിരിക്കുന്ന മൊത്തം വിലകളെ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ അരിത്തമെറ്റിക് മീൻ ഈസ് based on all values in a series. Okay, then നാലാമത്തേത് ഇറ്റ് ഈസ് മോർ റിലയബിൾ ഫോർ കമ്പാരിസൺ. ഏറ്റവും നമുക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു മാർഗമാണ് ഏത്? അരിത്തമെറ്റിക് മീൻ. റിലയബിൾ ഫോർ കമ്പാരിസൺ. നമുക്ക് മുൻകാലങ്ങളിലുള്ള കണക്കുകളുമായിട്ട് നമുക്ക് എന്താണ് താരതമ്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ആവശ്യമായി വരുന്നത്? അരിത്തമെറ്റിക് മീൻ. അത് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റിലയബിൾ ഫോർ കമ്പാരിസൺ. മുൻകാലങ്ങളിലുള്ള കണക്കുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കുന്നു? അരിത്തമെറ്റിക് മീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നല്ലൊരു മാർഗമാണ് അരിത്തമെറ്റിക് മീൻ. Then it can be calculated without arranging the data in any form. എന്താണ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അടുത്ത് മീഡിയൻ പഠിക്കാൻ പോകും. മീഡിയൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതൊരു പൊസിഷണൽ ആവറേജ് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ അതിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ മാറ്റണം, അറേഞ്ച് ചെയ്യണം. പക്ഷെ മീൻ അങ്ങനെയല്ല. നമുക്ക് ഏത് രീതിയിൽ ഡേറ്റ തന്നാലും നമുക്ക് അതേപോലെ എടുത്ത് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നീഡ് നോട്ട് അറേഞ്ച് ദ ഡേറ്റ ഇൻ എനി ഫോം. ഇവിടെ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒന്നും നമുക്ക് ആക്കേണ്ട കാര്യം ഇല്ല. വിത്തൗട്ട് അറേഞ്ചിങ് ഡേറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അരിത്തമെറ്റിക് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, ആറാമത്തേത്, ഇറ്റ് ഈസ് കേപ്പബിൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമുക്ക് ഫർദർ വീണ്ടും കണക്ക് ചെയ്യാനൊക്കെ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ അരിത്തമെറ്റിക് മീൻ സഹായിക്കുന്നുണ്ട്. ഈ 6 പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്താണ്? ഒന്നാമത്തെ എന്താണ്? മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മറ്റ് ആവറേജസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അരിത്തമെറ്റിക് മീൻ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, എളുപ്പത്തിൽ കണക്ക് ചെയ്യാനും സാധിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഓൾ വാല്യൂസ് ഓഫ് ദ സീരീസ് തന്നിരിക്കുന്ന മൊത്തം വിലയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണക്കാക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് മോർ റിലയബിൾ ഫോർ കമ്പാരിസൺ. നമുക്ക് പഴയ എന്താണ് ഡേറ്റാസ് ഉപയോഗിച്ചും നമുക്ക് ഈ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കമ്പാരിസൺ, താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് അറേഞ്ചിങ് ഡേറ്റ ഇൻ എനി ഫോം. നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അരിത്തമെറ്റിക് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കും. ദ ലാസ്റ്റ് വൺ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് ഇത് ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? എളുപ്പമല്ലേ? ദെൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്തൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ? മറ്റ് ആവറേജുകളെ അപേക്ഷിച്ച്, മീഡിയനെ അപേക്ഷിച്ച്, മോഡിനെ അപേക്ഷിച്ച് എന്താണ് ഈ അരിത്തമെറ്റിക് മീൻ ആവറേജിന്റെ ദോഷം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ദോഷങ്ങൾ അല്ലെങ്കിൽ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഒന്നാമത്തെ നോക്കിക്കോളും, ഇറ്റ് ഈസ് വെരി മച്ച് അഫക്റ്റഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി വേരിയബിൾ. ഒന്നാമത്തെ ദോഷം എന്നാൽ എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിൽ, ആ സീരീസിൽ അങ്ങേയറ്റത്തുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രീം വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു സീരീസ് ചെയ്ത് ഒരു കുറെ കുട്ടികളുടെ എന്താണ് അവരുടെ വെയിറ്റ് എഴുതുകയാണെന്ന് വെച്ചോളൂ. കുറെ കുട്ടികളുടെ വെയിറ്റ് എഴുതുമ്പോഴേക്കും ചില കുട്ടികൾക്ക് 40 kg, ചില കുട്ടികൾക്ക് 25 kg, ചില കുട്ടികൾക്ക് 35 kg, ദെൻ എന്താണ് 38, 37, ദെൻ ഒരു കുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 80, ഒരു കുട്ടി മാത്രം ബമ്പിൾ ബോയ് ഒരു 80 kg വരികയാണെങ്കിൽ
അപ്പൊ സാധാരണ മറ്റു കുട്ടികൾക്കുള്ള വെയിറ്റ് എല്ലാം 40ക്കും എന്താണ് 25-നകത്ത്. പക്ഷെ ഒരു കുട്ടിയുടെ വെയിറ്റ് മാത്രം 80 ആണെങ്കിൽ അത് ആവറേജിനെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ആവറേജ് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എക്സ്ട്രീം വാല്യൂസിനെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ഈ ആവറേജിനെ സ്വാധീനിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി സീരീസ്. അപ്പൊ സീരീസ് എന്നിരിക്കുന്ന വാല്യൂസ് എല്ലാ വാല്യൂസും ഒരേപോലെയാണ്. ചില വിലകൾ മാത്രം അങ്ങേയറ്റം വലുതായിരിക്കും, അല്ലെങ്കിൽ അങ്ങേയറ്റം ചെറുതാണെങ്കിൽ ദാറ്റ് വിൽ ബി അഫക്റ്റഡ് ദ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ദെൻ രണ്ടാമത്തേത് നമുക്ക് നോക്കാം. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ദ ഓപ്പണന്റ് ക്ലാസസ്. ഓപ്പണന്റ് ക്ലാസസിലാണെങ്കിൽ നമുക്കിത് പ്രയാസമാണ്. ഇത് കണക്കാക്കാൻ വേണ്ടി അരിത്തമെറ്റിക് മീൻ കണക്കാക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ഡിഫിക്കൽട്ട് ഇൻ ഓപ്പൺ എൻഡ് ക്ലാസസ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെന്റേജ്. റേഷ്യോസും പെർസെന്റേജും കണക്കാക്കാൻ വേണ്ടി എന്ത് സൂട്ടബിൾ അല്ല? അരിത്തമെറ്റിക് മീൻ സൂട്ടബിൾ അല്ല. റേഷ്യോസ് ആൻഡ് റേഷ്യോസ് ആൻഡ് പെർസെന്റേജസ്. ശരാശരി എന്തിന് സൂട്ടബിൾ അല്ല? ശതമാനം കണക്കാക്കാനും റേഷ്യോ കണക്കാക്കാനും സൂട്ടബിൾ അല്ല ഏത്? ഈ അരിത്തമെറ്റിക് മീൻ. ഓക്കെ, then നാലാമത്തേത് ഇറ്റ് ക്യാൻ ബി എ വാല്യൂ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സീരീസ്. ഇതിന് ഏത് വിലയാണ്? ഇപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അരിത്തമെറ്റിക് മീൻ ആവറേജ് കണക്കാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 58.5 എന്നായിരിക്കാം. ദാറ്റ് മീൻസ് എന്താണ്? ഈ സീരീസിൽ ഉൾപ്പെടാത്ത ഒരു വാല്യൂ എന്തായി വരാം? അരിത്തമെറ്റിക് മീനായി വരാം. ഓക്കെ, സോ എന്താ പറയുന്നത്? ഇറ്റ് ക്യാൻ ബി എ വാല്യൂ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ വാല്യൂ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സീരീസ്. സീരീസിൽ ഇല്ലാത്ത വാല്യൂ നമുക്ക് ആൻസർ ആയി കിട്ടാം. ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സീരീസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇത് ദോഷമാണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ സീരീസിൽ ഉൾപ്പെടാത്ത വാല്യൂ ആയിരിക്കാം ചിലപ്പോൾ അരിത്തമെറ്റിക് മീൻ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക. ദെൻ അഞ്ചാമത്തേത് ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഓഫ് ദ ഐറ്റം. നമ്മുടെ സീരീസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഐറ്റത്തിനെയും വിട്ടുകളഞ്ഞു അല്ലെങ്കിൽ അതില്ലാതെ നമുക്കിത് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ ഐറ്റവും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കണക്കാക്കാൻ സാധിക്കുള്ളൂ? അരിത്തമെറ്റിക് മീൻ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഐറ്റം. ഓക്കെ, ആബ്സെൻസ് ഓഫ് എനി ഐറ്റം. നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഒന്നാമത്തേത് എന്താണ്? ഇറ്റ് ഈസ് വെരി മച്ച് അഫക്റ്റഡ് ബൈ ദി എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി വേരിയബിൾ. നമ്മുടെ സീരീസിലുള്ള ഏതെങ്കിലും ഒരു വില മാത്രം അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റം ആണെങ്കിൽ ദാറ്റ് വിൽ ബി അഫക്റ്റഡ് ദ അരിത്തമെറ്റിക് മീൻ. രണ്ടാമത്തേത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ഇൻ ഓപ്പൺ എൻഡ് ക്ലാസസ്. ഓപ്പൺ എൻഡ് ക്ലാസ് ആണ് ക്വസ്റ്റ്യൻ അതിരിക്കണമെങ്കിൽ നമുക്ക് അത് വളരെ പ്രയാസമാണ്. അവിടെ നമുക്ക് ശരിയായിട്ട് അരിത്തമെറ്റിക് മീൻ കണക്കാക്കാൻ സാധിക്കും. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ദെൻ നമുക്ക് റേഷ്യോസും പെർസെന്റേജസും കണക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് അല്ല. ദെൻ ഇത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ദ വാല്യൂ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സീരീസ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കാം? ഒരു വാല്യൂ നമ്മുടെ സീരീസിൽ ഇല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കാം. ദ ലാസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഓഫ് ദ ഐറ്റം. നമുക്ക് അരിത്തമെറ്റിക് മീൻ ഏതെങ്കിലും ഒരു വില ഇല്ലാതെ കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഓഫ് അരിത്തമെറ്റിക് മീൻ. നേരത്തെ നമ്മൾ മെറിറ്റ് പറഞ്ഞിരുന്നു, ഈസി ആയിട്ട് കണക്കാക്കാൻ സാധിക്കും, റിജിഡിറ്റി ഡിഫൈൻഡ് ആണ്, എല്ലാ വാല്യൂസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് കണക്കാക്കുന്നത്. ദെൻ കമ്പാരിസണ് അനുയോജ്യമായ മാർഗമാണ്, നമുക്കിത് അറേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് ഉപയോഗം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വളരെ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. എന്താണ്? എക്സ്ട്രീം വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പണന്റ് ക്ലാസ്സിലാണെങ്കിൽ നമുക്കിത് എന്താണ് ശരിയായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. ദെൻ ആവറേജിങ് റേഷ്യോസും പെർസെന്റേജും കണക്കാക്കാൻ ഇത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് റേഷ്യോസിനെയും പെർസെന്റേജിനെയും ശരാശരി റേഷ്യോസിനെയും കണക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ശരിയായ മാർഗമല്ല? ഈ അരിത്തമെറ്റിക് മീൻ ശരിയായ ഒരു മാർഗമല്ല. ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതിലില്ലാത്തതും ആകാം, നമ്മുടെ സീരീസിൽ ഇല്ലാത്ത ഒരു വിലയും ആകാം. Then we cannot calculate the absence of any of the item in the series. Okay, ഇത്രയുമാണ് പ്രധാനമായിട്ടും ഡിമെറിറ്റ്സ് ഓഫ് ദി അരിത്തമെറ്റിക് മീൻ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.